നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഭാരം ചുമക്കാൻ പൊതുജനം, സുഖിച്ച് നടക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ. വരുമാനത്തിന്റെ 80% ശമ്പളത്തിനും പെൻഷനും. ജീവിത ദുരിതത്തിൽ പൊതുജനം പൊറുതിമുട്ടി കഴിയുമ്പോൾ യാതൊരു വിഷമവും അനുഭവിക്കാതെ സുഖജീവിതം നയിക്കുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. അത് മറ്റാരുമല്ല, കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരുമാണ്. എത്ര വലിയ പ്രതിസന്ധികൾ പൊതുജനത്തിന് മുമ്പിൽ എത്തുമ്പോഴും തടസ്സമില്ലാതെ മാസം തോറും ശമ്പളം വാങ്ങി ദുരിതങ്ങൾ ഒന്നുമില്ലാതെ കഴിയുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓരോ വർഷത്തിലും ലഭിക്കുന്ന റവന്യൂ വരുമാനത്തിന്റെ 80% ചെലവഴിക്കപ്പെടുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാനും പെൻഷൻ വിതരണം ചെയ്യാനുമാണ് എന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയല്ല. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്ന CAG വർഷം തോറും പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ സ്ഥിരമായി പറയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതൊന്നും ഒരു സർക്കാരും ഗൗരവമായി എടുക്കാറേയില്ല. ഓരോ 5 വർഷം കൂടുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പരിഷ്കരിക്കും, കൂടിയ നിരക്കിലുള്ള ശമ്പളം കൊടുക്കുകയും ചെയ്യും. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ സ്കൂൾ അധ്യാപകരുടെയും എണ്ണം കൂട്ടിയാൽ വെറും 5.5 ലക്ഷത്തോളം ആൾക്കാരാണുള്ളത്. ഈ കൂട്ടരെ തീറ്റിപ്പോറ്റുവാൻ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന പൊതുജനം നിരന്തരം ഭാരം ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. 2021-2022 വർഷത്തിലേക്കുള്ള 11ാം ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കിയപ്പോൾ സർക്കാരിൽ ഉണ്ടായ അധിക ബാധ്യത 7,20,679 കോടി രൂപയാണ്. ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനമായ 68,803 കോടി രൂപയേക്കാൾ കൂടുതലാണ് എന്ന കാര്യം CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ശമ്പള പരിഷ്കരണം നടപ്പിൽ വരുത്തുന്നതിനും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശികയും മറ്റാനുകൂല്യങ്ങളും നൽകുന്നതിനാണ്. ഇതിന് മാത്രം വേണ്ടിവരുന്ന തുക 25,000 കോടി രൂപയാണ്. CAG റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം, പെൻഷൻ, മറ്റാനുകൂല്യങ്ങൾ എന്നിവ നൽകുന്നതിന് സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിന്റെ 82% വിനിയോഗിക്കുന്നു എന്നതാണ്. ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ട പദ്ധതി നടത്തിപ്പ് സ്ഥാപനമായ കിഫ്ബിയും മറ്റും എടുത്തിട്ടുള്ള ഭീമമായ വായ്പകളുടെ പലിശ തിരിച്ചടവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ പൊതു കടമായി കണക്കാക്കപ്പെടുന്നത് 3,70,000 കോടി രൂപയാണ്. ഏത് സർക്കാർ മാറി മാറി ഭരണത്തിൽ എത്തുമ്പോഴും ഈ പൊതുകടം പെരുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടാകാറുള്ളത്. വലിയ വീരവാദങ്ങൾ പറഞ്ഞ് ഭരണത്തിൽ വരുന്ന ഒരു സർക്കാരും ചെലവുകൾ കുറയ്ക്കുന്നതിന് നിയന്ത്രണമോ ഫലപ്രദമായ ഒരു നടപടിയോ ഇതേവരെ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. നിലവിൽ ഭരണം നടത്തുന്ന 2ാം പിണറായി സർക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന കണക്കാണ്. വാസ്തവത്തിൽ ഇത് ശരിയല്ല എന്നാണ് CAG റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. GST നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നികുതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 17,820 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൈമാറിയതായി CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിന് പുറമെയാണ് സംസ്ഥാന സർക്കാരിന്റെ മാസം തോറുമുള്ള പുതിയ കടമെടുക്കലിലുള്ള അനുമതി തേടുന്ന രീതി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ കേന്ദ്ര അനുമതിയോടുകൂടി എടുക്കുന്ന കടങ്ങൾ വലിയ തോതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യം കേരളത്തിലെ ധനകാര്യ വകുപ്പ് മറക്കുകയാണ്. കേന്ദ്രം അനുമതി കൊടുത്താലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുമ്പോൾ പലപ്പോഴും ട്രഷറി പലിശയായ 6% മറികടന്ന് 9%, 10% പലിശ സമ്മതിച്ചാണ് വായ്പ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മുതലും പലിശയും ഗഡുക്കളായി തിരികെ അടയ്ക്കുന്നത് തന്നെ വലിയ തുക കണ്ടെത്തേണ്ടതായി വരുന്നുണ്ട്. ഇതും കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ തള്ളുകയാണ്. ഇപ്പോൾ മറ്റൊരു 3,000 കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ അമിത ശമ്പളം മാത്രമല്ല ഖജനാവിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 3.5 ലക്ഷത്തിലധികം വരുന്ന റിട്ടയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന പെൻഷൻ തുകയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. 50,000 രൂപ ശമ്പളം പറ്റി സർവീസിൽ നിന്നും പിരിയുന്ന ആളുകൾക്ക് പെൻഷനും മറ്റാനുകൂല്യങ്ങളും അടക്കം 40,000-ഓളം രൂപ മാസം തോറും കൊടുക്കേണ്ട സ്ഥിതിയാണുള്ളത്. കേരളത്തിൽ പൊതുജനത്തിന്റെ കണക്കിലുള്ളത് 3.5 കോടി ആൾക്കാരാണ്. ഈ പൊതുജനം സർക്കാരിലേക്ക് നൽകുന്ന നികുതി പണവും മറ്റുമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വർഷം തോറും നികുതി വർധനകൾ അടക്കമുള്ള ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന സർക്കാരുകളാണ് കേരളത്തിൽ ഭരണത്തിലുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുന്ന ജീവിത ചെലവ് ഉയരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. ഇതേ ജീവിത ചെലവ് വർധനവ് പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം ഭരിക്കുന്നവർ ശ്രദ്ധിക്കാറേയില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാമൂഹികാവസ്ഥ
പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതം നിറഞ്ഞതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വലിയ തോതിലുള്ള വില വർധനവും വൈദ്യുതി, വെള്ളം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലുള്ള നിരക്ക് വർധനയും തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥയും ജനങ്ങളെ പൂർണ്ണമായും തീരാ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുവാനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാനുമുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഉദ്യോഗസ്ഥരിലൂടെ നടപ്പാക്കപ്പെടേണ്ടത്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും പൊതുജനങ്ങൾ സഹായങ്ങൾ, ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഏതെങ്കിലും തരത്തിൽ പൊതുജനത്തിന്റെ പട്ടികയിൽപ്പെടുന്ന ഒരാൾ ഒരു സർക്കാർ ഓഫീസിൽ കാര്യസാധ്യത്തിനെത്തിയാൽ അയാളെ പരമാവധി നടത്തിച്ച് ദുരിതം സമ്മാനിക്കുന്ന രീതിയാണ് സർക്കാർ ഓഫീസുകളിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.